ദാറുൽഹുദയുടെ ഒരു പ്രസക്തി എന്നുള്ളത് അക്കാദമിക് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന വിവിധ വിഷയങ്ങളുടെ ഒരു വൈവിധ്യമാണ്. അതിൽ മതവിഷയങ്ങളും ഭൗതിക വിഷയങ്ങളും വിവിധ ഭാഷകളും ഒക്കെ പഠിക്കാൻ പറ്റുന്നുള്ളൂ. പ്രത്യേകിച്ച് ഭാഷകൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യം, അത് ഇവിടുത്തെ ആദ്യ വർഷം മുതൽ അവസാന വർഷം വരെ വിവിധ ഭാഷകളിൽ ഊന്നിയുള്ള ഒരു വിദ്യാഭ്യാസ രീതി അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമാവുന്ന ഒരു ഘടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വിവിധ ഭാഷകൾ പഠിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഗവേഷണ രംഗത്ത് താല്പര്യം ഉണ്ടാവുകയും അതിലൂടെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും വളരെ പ്രചോദനമാകുന്നതാണ്. അപ്പോൾ എനിക്ക് തുടർന്ന് പഠിക്കുന്ന സമയങ്ങളിലൊക്കെ വിവിധ ഭാഷകളിൽ പഠിക്കാനുള്ള ഒരു എൻട്രി പോയിൻ്റ് കിട്ടുന്നത് ദാറുൽഹുദയിൽ നിന്ന് പഠിച്ച വ്യത്യസ്ത ഭാഷകളിലൂടെയാണ്. അത് അറബി പഠിക്കുന്നത്, അതോടൊപ്പം തന്നെ ഉറുദു പഠിക്കുന്നത്, അറബി അറിയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഭാഷകളിലേക്കും, ഉറുദു അറിയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഷകളിലേക്കും, ഇംഗ്ലീഷ് അതുമായി ബന്ധപ്പെട്ടുള്ള ഇതര യൂറോപ്യൻ ഭാഷകളിലേക്കൊക്കെ ഒരു തുറസ് നൽകി എന്നുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ മതവിഷയങ്ങൾ ആധികാരികമായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ഫിഖ്ഹിൽ ആയിരുന്നു എൻ്റെ ഗവേഷണ ഫോക്കസ്. അപ്പോൾ അതിൽ ആ ഒരു മേഖലയിൽ പഠനം നടത്താൻ, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ സഹായകമായത് ദാറുൽഹുദയിൽ നിന്നുള്ള പഠനങ്ങളാണ്. വർഷങ്ങളിലൂടെ ഫിഖ്ഹ് ആദ്യ വർഷം മുതൽ അവസാന വർഷം വരെ ഫിഖ്ഹ്, അതോടൊപ്പം ഹദീസ്, ഖുർആൻ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് വളരെ ആഴത്തിൽ പഠിക്കാൻ അവസരം നൽകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം പിന്നെ ഇത് മതവിഷയങ്ങളിൽ മാത്രമല്ല, മതേതര വിഷയങ്ങളിലും, അത് പിന്നെ മൻതക്കാണെങ്കിലും ലോജിക്ക് പോലുള്ള വിഷയങ്ങളിലാണെങ്കിലും, അല്ലാണെങ്കിൽ സയൻസ്, ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ ഇവിടുന്ന് നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു നൂറ്റാണ്ടിലധികമായിട്ട് നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങൾ അതിൽ പഠിക്കുക എന്നുള്ളത്. അത് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ, കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരികയും അതിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിൽക്കാലത്തുള്ള അല്ലെങ്കിൽ തുടർന്നുള്ള പഠനങ്ങൾക്ക് അത് കൂടുതൽ സഹായകമായി എന്നാണ് എനിക്ക്